കൊല്ലം ആയൂർ ടൗണിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം തുടർക്കഥയാകുകയാണ്. മദ്യപാനികളുടെ തമ്മിൽ തല്ലും അസഭ്യം വിളിയും കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണവുമൊക്കെ ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. നിരവധി പരാതികൾ നൽകിയിട്ടും ശല്യത്തിന് കുറവൊന്നുമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ആയൂർ ടൗണിലും KSRTC ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലുമടക്കം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാവുകയാണ്. ലഹരിക്ക് അടിമപ്പെട്ടവരും മദ്യപിച്ചെത്തുന്നവരും അഴിഞ്ഞാടുന്നു. പൊതുമധ്യത്തിലുള്ള വാക്കേറ്റവും തമ്മിൽ തല്ലും. ഇതുകൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ ആക്രമിക്കുന്നതും പതിവാണ്. മദ്യപിക്കാനായി പണപ്പിരിവും നടത്തുന്നുണ്ട്. ഈയിടെയാണ് 10 വയസ്സുള്ള കുട്ടിയെ നടപ്പാതയിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 53കാരനെ നാട്ടുകാരും വ്യാപാരികളും പിടികൂടി പോലീസിന് കൈമാറിയത്. ലഹരിക്ക് അടിമപ്പെട്ടവരുടെ ശല്യം കാരണം വ്യാപാരി വ്യവസായികളടക്കം കൊല്ലം റൂറൽ SPക്കും കൊട്ടാരക്കര DYSPക്കും ചടയമംഗലം പോലീസിനുമടക്കം പരാതികൾ നൽകി. എന്നിട്ടും അധികൃതർ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ ചടയമംഗലം പോലീസിലും അതുപോലെ തന്നെ കൊട്ടാരക്കര DYSP ഓഫീസിലും കൊട്ടാരക്കര SP ഓഫീസിലും ഒക്കെ നിരന്തരമായി പരാതി കൊടുത്തെങ്കിലും നാളിതുവരെ ഇതൊന്ന് പരിഹരിക്കുവാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ വ്യസനത്തോടുകൂടി ഞങ്ങൾ സംസാരിക്കുകയാണ്. ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരക്കാരുടെ ഉപദ്രവം ഭയന്ന് പൊതുജനങ്ങൾക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല. അധികൃതർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും തീരുമാനം. ജനം, കൊല്ലം.